ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ലുലു മാൾക്ക് പോകാൻ പ്ലാൻ ചെയ്തത്. ഇന്നെൻ്റെ വീക്ക് ഓഫ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ലുലു മാളിലോട്ട് യാത്രയിലാണ്. ഞങ്ങൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റായിട്ടാണ്, ഏകദേശം 5:30-6 മണിയായി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പാലത്തിൻ്റെ മുകളിൽ നിന്നതാണ്. അവിടെ നല്ല വ്യൂ ആയിരുന്നു. നമ്മുടെ കൽപ്പാത്തി പാലം വഴിയാണ് ഞങ്ങൾ പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സയൻസ് സന്ധ്യയിൽ. അതിന് ബൈക്കിൽ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അവിടെ നല്ല സൈലൻ്റായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്നു. ഞങ്ങളിങ്ങനെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സയൻസ് സന്ധ്യ ആയതുകൊണ്ട് വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഞങ്ങൾ എപ്പോഴും അതുവിനെ ഒന്ന് റെഡിയാക്കി പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവും. അവൾ ഉറങ്ങി എണീക്കണം, കഴിഞ്ഞ് പോകണ്ടേ. അതിൻ്റെ ഒരു കുറച്ച് എപ്പോഴും ഡിലേ ആവാറുണ്ട്. ഇന്നും അതേപോലെ തന്നെ 6-6:15 ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ലുലു മാളിലോട്ട് എൻട്രി അടിക്കുന്ന റോഡിലോട്ട് എൻട്രി അടിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതാ ചിഞ്ചു ബാക്കിലിരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലുലു മാളിൻ്റെ എൻട്രി. സോറി കേട്ടോ, ലുലു മാളല്ല, ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. നമുക്ക് എറണാകുളത്തും ട്രിവാൻഡ്രത്തുമാണ് ലുലു മാളുള്ളത്. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. പാവങ്ങളുടെ നാടായ പാലക്കാട്ടുകാർക്ക് നമ്മുടെ യൂസഫ് അലി ചെറുതായിട്ടൊരു പ്രസൻറ്റ് തന്നതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. അതുകൊണ്ട് സാറ്റർഡേയും സൺഡേയും അതുപോലെ തന്നെ ഫ്രൈഡേയും നല്ലൊരു റഷുള്ള, അത്യാവശ്യം നല്ല റഷുണ്ട്. ഞാൻ പാർക്കിങ് എവിടെയാണ് നോക്കി അവസാനം പാർക്കിംഗ് ബൈക്ക് നിർത്തിയിട്ട് നേരെ ഇതാ എക്സ്കലേറ്റർ വഴി ഞങ്ങൾ മൂന്നാളും കൂടി ഇതാ മെല്ലെ കയറുക. അതിനാണെങ്കിലോ ചിഞ്ചുവിൻ്റെ ഒക്കെ തിരിക്കാൻ അവൾക്ക് താല്പര്യമില്ല. അവൾക്ക് ഇറങ്ങി നടക്കണം പറഞ്ഞു. നടക്കാറായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങളിതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ ആ സമയത്ത് അതും നടക്കാറായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എസ്കലേറ്റർ വഴി നടക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ചിഞ്ചു അവളെ എടുത്ത് ഇരുത്തി. പക്ഷെ അവൾക്ക് എന്താണ് കാണുമ്പോൾ പുതുമയല്ലേ, അവൾക്ക് ഭയങ്കര എന്താ പറയുക അത്ഭുതമായിട്ട് ചുറ്റുഭാഗം ഇങ്ങനെ കണ്ട് അവളിങ്ങനെ ഹാപ്പി ഇട്ടാ അവൾ നടന്നുകൊണ്ടേ ഇരിക്കുക. കാരണം അവൾക്ക് എന്താ പറയുക എടുത്തുകൊണ്ട് നടക്കാനൊന്നും അവൾക്ക് താല്പര്യമില്ല. അവൾക്ക് ഇങ്ങനെ നടക്കണം. അപ്പോൾ കാലിൽ ഷൂ ഇട്ട് കൊടുത്തായിരുന്നു. ഷൂ പറ്റാണ്ടായപ്പോൾ അവസാനം സോക്സ് മാത്രം ഇട്ടിട്ട് അവൾ നടക്കുന്നുണ്ട്. ഇതാ ഓരോരോ കാഴ്ചകളും കണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ പറയുക, പിന്നെ അത് കഴിഞ്ഞിട്ട് അവളൊരു ഭാഗത്ത് നിന്നിട്ട് ഞങ്ങളിങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് നിന്ന്. പിന്നെ ഇതാ അവളുടെ കളിയും ചിരിയും കണ്ട് ഇങ്ങനെ ഓരോ വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി. പിന്നെ എന്താ പോണവരെയും വരുന്നവരെയും അവളെ നോക്കുന്നുണ്ട്. പോണവരും വരുന്നവരും അവളെ ചിരിച്ച് കമ്പനിയാക്കുന്നുണ്ട്. പിന്നെ ഇതാ എൻ്റെ കൈയും പിടിച്ചത് ഓട്ടം, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. വരുന്നവരും പോണവരും അവളെ നോക്കുന്നു, ചിരിക്കുന്നു. അവൾക്ക് എന്താ നല്ല അത്ഭുതമല്ലേ. കാരണം അവൾക്ക് അങ്ങനെ വല്ലപ്പോഴെങ്കിലല്ലേ പുറത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൊണ്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാണുന്ന ആൾക്കാരുടെ പിന്നാലെയും പോകുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക തന്നെ. എന്താ കാണുന്നവരോട് ഹായ് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ ആ നടത്തവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ഭാഗത്ത് അവൾ ഇരുത്തി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേ വന്നതാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസോ റീലൊക്കെ ചെയ്യണമല്ലോ. പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ആര് നിൽക്കുന്നു, അവളിതാ വേറെ ലോകത്താണ്. അവൾ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊന്നും അവൾ ഫോക്കസ് ചെയ്യത്തില്ല. അവളിതാ ചുറ്റുള്ളവരൊന്നും നടക്കണമൊന്നും അറിയാതെ അവൾ വേറെ ലോകത്തിൽ ഇങ്ങനെ കാഴ്ചകളും കണ്ടിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാൾ ഭയങ്കര ഹാപ്പിയാണ്. മുകളിലുള്ള ലൈറ്റ്സാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. കാരണം തിളക്കുള്ള ലൈറ്റ്സ് അവൾക്ക് ഉള്ള കാര്യമാണ്. ഇതാ നമ്മൾ മെല്ലെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് എൻട്രി അടിക്കാൻ നിൽക്കുവാണ്. ചിഞ്ചുവും അതും ഇതാ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഞാൻ ബാക്കിൽ ഇതാ വീഡിയോ എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മെല്ലെ അപ്പോൾ ഉള്ളിലോട്ട് എൻട്രി അടിക്കാം. പക്ഷേ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉള്ളതല്ല. നോക്കാം, വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്നില്ല എന്നറിയത്തില്ല. നമുക്ക് ആദ്യം എൻട്രി അടിക്കുന്നതിന് മുമ്പ് ബാഗ് നമ്മൾ സെക്യൂരിറ്റീൻ്റെ അവിടെ കൊടുത്തിട്ട് വേണം പോവാൻ. അപ്പോൾ ഇതാ ചിഞ്ചു ആദ്യം ബാഗ് കൊടുക്കാൻ വേണ്ടി നേരെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പക്ഷേ വാങ്ങിക്കോ ഇല്ലയോ നമുക്ക് നോക്കാം. കാരണം ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ തോന്നി ആ ബാഗ് കുഴപ്പമില്ല കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പിന്നെന്താ അതുവിനെ പിന്നെ നടത്തിച്ചാൽ പറ്റത്തില്ല. അതുകൊണ്ട് ട്രോളിയിൽ ഇരുത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൾ കാണുന്നതൊക്കെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് കോമഡി ആക്കും.
ഈ ഏരിയയിലൊന്നും വീഡിയോ എടുക്കാൻ ഒരു പെർമിഷനും ഇല്ല, റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഞാൻ ഒട്ടും കാണാത്ത രീതിയിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ അതുവിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവളെ ഇരുത്തി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അവൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റും അതും ഇതും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കഴിക്കാനുള്ള ഡിന്നർ ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ അത്യാവശ്യം ഡിന്നറെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് ഡിന്നർ. പിന്നെ ഇന്ന് നമ്മൾ നോമ്പ് തുറ ആയതുകൊണ്ട് അത്യാവശ്യം സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കാനുള്ള ഇതായതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പുറത്തോട്ട് ബില്ലിങ് സെക്ഷനിലോട്ട് നിർത്തി. ഇനി ബില്ലടിച്ചിട്ട് മെല്ലെ മുകളിലോട്ട് എത്തി. സെക്കൻഡ് ഫ്ലോറിലാണ് ഡൈനിങ് ഏരിയ. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുവിനെ ആദ്യം ഒന്ന് കംഫർട്ടബിൾ ആക്കണമല്ലോ. അപ്പോൾ അവൾക്ക് പറ്റിയിട്ട് ചെയർ വാങ്ങിച്ചിട്ട് ചെയറെല്ലാം അവൾ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ച ഫുഡ് എന്ന് പറയുന്ന സമയത്ത് ചിഞ്ചുവിൻ്റെ ഫേവറേറ്റ് ചിക്കൻ ലോലിപോപ്പ് ഉണ്ട്, 2 ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ട്, ടൊമാറ്റോ കെച്ചപ്പും മയണൈസും അക്കമ്പനിമെൻ്റ് ആയിട്ടും ഉണ്ട്. അതും അവളുടെ സീറ്റിൽ വന്നിട്ട് വീഡിയോസും ഫോട്ടോസും കണ്ടിട്ട് അവൾ ഹാപ്പി ആയിട്ട് അവൾ എൻഗേജ്ഡായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് പിന്നെ ഫോൺ കിട്ടിയാൽ വേറൊന്നും വേണ്ട, കുറച്ച് നേരം പിന്നെ അത് നോക്കിക്കൊണ്ടിരുന്നോളും. സ്വീപ്പ് ചെയ്യുന്ന കണ്ടില്ലേ, അവളിങ്ങനത്തെ ഓരോ വീഡിയോസും കാര്യങ്ങളും കണ്ട് അവളുടെ ലോകത്ത് ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അവൾക്ക് ഇങ്ങനൊരു സീറ്റ് അവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ലാസ്റ്റ് ടൈം വന്ന സമയത്ത് അവൾ നടക്കാറായിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് ഞങ്ങൾ ഓപ്പണാക്കി കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഫുഡ് കഴിച്ച് ഡൈനിങ് ഹാളിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് പ്ലേ സ്റ്റേഷൻ ഉള്ളത്. അവിടെ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ഓരോരോ ഗെയിംസും കാര്യങ്ങളും അതിൻ്റെ അടുത്ത് പോയി നോക്കുക, അനുഭവത്തോടുകൂടി നോക്കുക. അവളത് ആദ്യമായിട്ടല്ലേ കാണുന്നത്, അതിൻ്റെ അനുഭവത്തോടുകൂടി അവൾ നോക്കുന്നുണ്ട്, ഓരോന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ നമ്മൾ ഫുഡ് കഴിക്കാനെടുത്ത ഫോർക്കാണ് കയ്യിലിരിക്കുന്നത്, ഫോർക്കും സ്പൂണും. ഓരോന്നിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ എന്താ പറയുക, അവൾ കളിക്കാറും ആയിട്ടില്ല. അപ്പം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങാമെന്നുള്ള പ്ലാനിലൊന്ന് ഇറങ്ങുമ്പോഴേക്കും അവൾക്ക് നല്ല വാശിയും ദേഷ്യമൊക്കെ വന്നു. കാരണം അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവളെ വാശി പിടിപ്പിച്ചിട്ടാണ് ഇറക്കേണ്ടി വന്നു. കരച്ചിലായിപ്പോയി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് നമ്മൾ അധികം നേരം അവിടെ നിൽക്കാനും പറ്റത്തില്ല. ഏകദേശം 8:30 സമയം കഴിഞ്ഞു. ഇപ്പോൾ 1 hour ട്രാവലിംഗ് ഉണ്ട് വീട്ടിലോട്ട്. 1 hour ഇല്ല, 45 minutes. അപ്പോൾ ഞങ്ങൾ നല്ല പാർക്കിംഗ് സ്റ്റേഷനിലോട്ട് പോയി. അതിൽ അവളെ ഹാപ്പി ആക്കേണ്ട വീട്ടിലോട്ട് പോകാനൊരു സമാധാനമില്ല. അപ്പോൾ അവളെ എൻ്റെ ബൈക്കിൻ്റെ മുകളിൽ ഇരുത്തി കളിപ്പിച്ച് ചിഞ്ചു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവളിത് ഹാപ്പിയായി തുടങ്ങി, കുഴപ്പമില്ല. അവളെ റിലാക്സായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു സമാധാനമായി. ഇപ്പോഴാണ് അവൾ ചിരിയും കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി വീഡിയോയ്ക്ക് ഫോഴ്സ് ചെയ്യുക. എന്തായാലും കുഴപ്പമില്ല, അവൾ ഭയങ്കര ഹാപ്പിയായി. ഇന്നത്തെ ട്രിപ്പ് എന്തായാലും ഗംഭീരമായി. വളരെ ഹാപ്പിനെസ്സോടുകൂടി ഞങ്ങൾ പാർക്കിങ്ങിലിരുന്നിട്ട് പാട്ടും പാടി ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, ആൾ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്.